ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ പ്രാർത്ഥനയ്ക്കിടെ വീണ്ടും ബജ്റംഗ് ദൾ പ്രതിഷേധം. പാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രാർത്ഥിക്കവേ ബഹളം വെച്ച ബജ്റംഗ് ദൾ പ്രവർത്തകർ പ്രാർത്ഥനയ്ക്ക് എത്തിയവരെ മർദ്ദിച്ചുവെന്നും പാസ്റ്ററുടെ ആരോപണം. ജോസഫ് തോമസ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജോസഫ്, ഇവരിങ്ങനെ ബഹളം വെക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ഈ പ്രാർത്ഥന സാധാരണ അവിടെ നടക്കുന്നത് തന്നെയല്ലേ? ധന്യ, അതായത് ഞായറാഴ്ച പ്രാർത്ഥനയാണ് ഈ ഒരു പാസ്റ്ററുടെ നേതൃത്വത്തിൽ റായ്പൂരിന് സമീപം നടന്നു വന്നിരുന്നത്. ഈ പ്രാർത്ഥനയുടെ വിവരം അറിഞ്ഞാണ് ബജ്റംഗ് ദളിന്റെ പ്രവർത്തകർ, ഏതാണ്ട് 19ഓളം വരുന്ന പ്രവർത്തകർ അവിടെ എത്തിയത്. ഈ പ്രവർത്തകർ അവിടെ ബഹളം വെക്കുകയും മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ഒക്കെയാണ് ഉണ്ടായത്. തുടർന്ന് ഈ പ്രാർത്ഥന നിർത്തിവെക്കേണ്ടി വന്നു. പ്രാർത്ഥന നടന്ന ഹാളിലേക്കും ഇവർ കടന്നു കയറി എന്നുള്ളതാണ് ഒരു പാസ്റ്റർ പറയുന്നത്. പിന്നാലെ പോലീസ് വരുന്നു. പോലീസ് അവിടെ ഇടപെട്ട് ഇരു വിഭാഗക്കാരെയും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും വഴി ഈ പ്രാർത്ഥനയ്ക്ക് എത്തിയ ചിലരെ ബജ്റംഗ് ദളിന്റെ പ്രവർത്തകർ മർദ്ദിച്ചെന്നുള്ള ആരോപണമുണ്ട്. അതിൻ്റെതായിട്ടുള്ള ചില ചിത്രങ്ങളും ഈ പാസ്റ്റർ പങ്കുവെക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ലഭ്യമല്ല. പോലീസിന്റെ സാന്നിധ്യത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് എത്തിയവരെ മർദ്ദിച്ചതായിട്ടുള്ള ആരോപണമാണ് എന്തായാലും ഈ പാസ്റ്റർ അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. ഇത് രൂപതകളുമായി ബന്ധപ്പെട്ടതല്ല. ഇത് പ്രത്യേക ഇവാഞ്ചലിക്കൽ അല്ലെങ്കിൽ ആ തരത്തിൽ പറയാവുന്ന പാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഒരു യോഗം, ഒരു പ്രാർത്ഥന കൂട്ടായ്മയായിരുന്നു ഇത്. ഞായറാഴ്ചകളിൽ, എല്ലാ ഞായറാഴ്ചകളിലും ഇവർ ഇവിടെ ഈ ഒരു ഹാളാണ്, ആ ഹാളിൽ പ്രാർത്ഥന ഈ വിധത്തിൽ നടത്താറുള്ളതായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥന നടക്കുന്നതിനിടെയാണ് ബജ്റംഗ് ദളിന്റെ പ്രവർത്തകർ ഇവിടെ കടന്നു കയറി ബഹളം വയ്ക്കുകയും പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയത് എന്നുള്ളതാണ് പാസ്റ്റർ ആരോപിക്കുന്നത്. അതേസമയം ബജ്റംഗ് ദളിന്റെ പ്രതികരണം നമുക്ക് ഇതുവരെ ലഭ്യമല്ല, പോലീസിന്റെയും ലഭ്യമല്ല. ഇതിനൊരു മറ്റൊരു വശമുണ്ടോ എന്ന കാര്യത്തിൽ നിലവിൽ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ബജ്റംഗ് ദളിന്റെ പ്രവർത്തകർ കടന്നു കയറി വലിയ ബഹളവും പ്രതിഷേധവും ഉയർത്തി. അതോടൊപ്പം പ്രാർത്ഥനയ്ക്ക് എത്തിയവരെ പോലീസിന്റെ സാന്നിധ്യത്തിൽ മർദ്ദിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പാസ്റ്റർമാരുടെ ഒരു കൂട്ടായ്മയുണ്ട്, അതിന്റെ ലീഗൽ സെല്ല്, ലീഗൽ ടീമിലെ ചില അംഗങ്ങൾ അടക്കമുള്ളവർ ഈ റായ്പൂരിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ, ഇവരെ ഉള്ള ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ആർക്കെതിരെയും കേസ് എടുത്തിട്ടില്ല. സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ശ്രമത്തിലാണ്.